ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റ് ചെയ്യുന്നവരല്ല, നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ്. അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ബന്ധങ്ങൾക്ക് പഴയ പോലുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ആവശ്യമുള്ളവർക്കല്ല, അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക. അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധമുണ്ടാവില്ല. ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷേ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നമ്മുടെ മനസ്സിന്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാണ്. ജീവിതത്തിൽ ഒന്നും കണ്ടു നാം അഹങ്കരിക്കരുത്. കാരണം നിനക്ക് ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടാവണമെന്നില്ല. സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ. ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കാർക്കുമില്ല. ഒരു വ്യക്തിക്കൊരിക്കലും സമ്പന്നനാണെന്ന അഹംഭാവം ഉണ്ടാകരുത്. ഒരു ഭർത്താവ് ഒരിക്കലും തന്റെ ദൗർബല്യം ഭാര്യയോട് പറയരുത്. മറിച്ച് ആ രഹസ്യം തന്നിൽ തന്നെ സൂക്ഷിക്കണം. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം അബദ്ധത്തിൽ പോലും ഭാര്യയോട് പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായി ചെയ്യണമെന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ദാനം ചെയ്യുന്ന കാര്യങ്ങൾ ആരോടും പറയരുത്. പ്രത്യേകിച്ച് ഭാര്യയിൽ നിന്ന് ഇക്കാര്യം മറച്ചു വയ്ക്കുക. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. ശത്രുക്കളെ ഉണ്ടാക്കാൻ വഴക്കിടേണ്ട ആവശ്യമില്ല. സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ മാത്രം മതി. ഇഷ്ടം പോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം. ഒരു ആണ് ഒരു പെണ്ണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൻ അവളെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്നു എന്നാണ്. നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച ആൾ ആവണമെന്നില്ല. മറിച്ച് നമ്മൾ കുറച്ചു നേരം മാത്രമേ സഹകരിക്കുന്നു ഉള്ളൂ എങ്കിലും അത് ഏറ്റവും ആനന്ദകരമാക്കുന്ന വ്യക്തിയാണ്. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യനാണ്. മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം, നേരിടണം. സമാധാനം ഒരിക്കലും നമ്മളെ തേടി വരില്ല. കാരണം അത് നമ്മുടെ കൈകളിൽ തന്നെയാണ്. അത് എന്താണെന്നറിയണമെങ്കിൽ അമിതമായി ആരെയും സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല, മറിച്ച് വ്യാപാരമാണ്. ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിലാണ് പലരും പരാജയപ്പെടുന്നത്. ആരുടെയെങ്കിലും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക, കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകാം. പലപ്പോഴും തിരിച്ചറിവുകൾക്ക് മേലുള്ള ചില തീരുമാനങ്ങളാണ് ജീവിതത്തിന്റെ താളം മുഴുവനായി തെറ്റിച്ചു കളയുന്നതും. ആ തെറ്റിന്റെ അച്ചുതണ്ടിൽ കിടന്നാണ് ഈ ലോകം തന്നെ കറങ്ങുന്നത്. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ക്ഷമിക്കണം, പക്ഷേ ഒരിക്കലും വിശ്വാസത്തെ തകർക്കരുത്. കാരണം ക്ഷമിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ മറക്കുന്നതും വീണ്ടും വിശ്വസിക്കുന്നതും ചിലപ്പോൾ അസാധ്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ ഒടുവിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ജീവിതം കൈകാര്യം ചെയ്യാൻ ധാരാളം സമയം ചെലവഴിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല. എന്നാൽ തനിച്ചു നിൽക്കാൻ വളരെയധികം കരുത്ത് ആവശ്യമാണ്. മനസ്സ് എല്ലാവരിലുമുണ്ട്, പക്ഷെ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്നു വരില്ല. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായ നിങ്ങളെ ഇഷ്ടപ്പെടും. നിരുത്സാഹപ്പെടുത്തുന്ന കുത്തുവാക്കുകൾ കാതുകളിലേക്ക് ഓടിയെത്തിയേക്കാം, പക്ഷേ തോറ്റുകൊടുക്കരുത്. ഈ ജീവിതയാത്ര തുടരാനുള്ളതാണ്, ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ളതല്ല. ഒരു സ്ത്രീ നിങ്ങളെ മോഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് അവൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ തീവ്രതയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും. എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്.
വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പരം വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്. ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞു സ്നേഹിച്ചവരെയാണ്. വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്നോർക്കുക, അവിടെ തകർന്നത് സ്വന്തം വ്യക്തിത്വമാണ്. അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ്. കൈവിട്ട് കളഞ്ഞതെന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്ന് വരില്ല. കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ്. എനിക്കാരുടെയും ആവശ്യമില്ലെന്ന അഹങ്കാരവും എല്ലാവർക്കും എന്നെ ആവശ്യമായി വരും എന്ന വ്യാമോഹവും പാടില്ല. തമാശ ആയിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത്. മുഖഭാവത്തിൽ അവർ പ്രകടമാക്കിയില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. അർഹതയില്ലാത്തവർക്ക് ജീവിതത്തിൽ ഇടം കൊടുത്തും പ്രാധാന്യം കൊടുത്തും നമ്മൾ ഇരുന്നു വാങ്ങുന്ന ഒന്നാണ് ദുഃഖം.